ഹായ് മക്കളെ, CUT എക്സാമിനേഷൻ എഴുതി സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി സാധ്യത പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. മാത്രമല്ല ലോകത്ത് തന്നെ നിങ്ങൾ ഡാറ്റാ സയൻസും അതുപോലെ തന്നെയുള്ള മേഖലയിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. അത്തരം കോഴ്സുകൾക്ക് പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൂടി വരുന്ന സമയത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റികൾ നോക്കേണ്ടത്, ആ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട് കോമ്പിനേഷനിലാണ് CUT എക്സാമിനേഷൻ എഴുതേണ്ടത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. യൂണിവേഴ്സിറ്റീസ് ഓഫറിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. അതിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വ്യത്യസ്ത ക്യാമ്പസുകൾ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് BSc ഹോണേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾ സെക്ഷൻ 1 നിന്നും ഏതെങ്കിലും ഒരു ഭാഷ എഴുതണം, എനി വൺ ലാംഗ്വേജ് നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ സെക്ഷൻ 2 മാത്സ് നിങ്ങൾ എഴുതിയിരിക്കണം. അതുപോലെ തന്നെ സെക്ഷൻ 2 തന്നെ എനി അതർ 2 ഡൊമൈൻ സ്പെസിഫിക് മാത്സുമായി കണക്ട് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് BSc മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ BSc ഈ പറയുന്ന പോലെയുള്ള കോഴ്സുകളൊക്കെ പോകുന്ന ആൾക്ക് പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലും സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകുന്നുള്ളതാണ്. BSc സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വളരെ കുറഞ്ഞ കോഴ്സുകൾ മാത്രമാണ് ഇപ്പോൾ CUT എക്സാമിനേഷൻ അണ്ടറിൽ വരുന്നത്. ബാക്കി എല്ലാ കോഴ്സുകളും അലിഗഡ് തന്നെയാണ് അഡ്മിഷൻ നടത്തുന്നത്. പക്ഷേ BSc ഹോണേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അവർ CUT എക്സാമിനേഷൻ വഴിയാണ് നടത്തുന്നത്. ഇംഗ്ലീഷ് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ് ആണ് എന്ത് ചെയ്യേണ്ടത് BSc സ്റ്റാറ്റിസ്റ്റിക്സിന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ സബ്ജക്ട് മാപ്പിംഗ് ആണ് പറയുന്നത്. മറ്റൊന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ്. അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അവരതിൻ്റെ മാർക്കായിട്ട് പരിഗണിക്കുന്നത്. IGNTU മധ്യപ്രദേശിലെ അമർകണ്ടകിലുള്ള യൂണിവേഴ്സിറ്റിയാണ് IGNTU. മിസോറാം യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ മിസോറാം യൂണിവേഴ്സിറ്റി BSc സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷും മാത്തമാറ്റിക്സും ആണ് നോക്കുന്നത്. ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആയിട്ട് മാത്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി, ഷില്ലോങ്ങിലുള്ള നെഹു നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് BSc സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ മേജറാം, അതുപോലെ തന്നെ BA മേജർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ സെക്ഷൻ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് പറയുന്നത് എന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കോഴ്സാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ 4 ഇയർ BSc ഹോണേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതിന് നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഡൽഹി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജ് ഉണ്ട്, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ BSc സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ +2 അതിനുശേഷം CUT എക്സാമിനേഷൻ എഴുതേണ്ടത്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഉണ്ട് വെസ്റ്റ് ബംഗാൾ, അവിടെ BSc ഹോണേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. മാത്സ് ആണ് നിങ്ങൾ സബ്ജക്ട് മാപ്പിംഗ് ആയിട്ട് എഴുതേണ്ടത്. ഭട്ടദേവ് യൂണിവേഴ്സിറ്റി ഉണ്ട് ആസാമിൽ, അവിടെ നിങ്ങൾക്ക് BSc ഹോണേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണാം. അവിടെ എനി വൺ ലാംഗ്വേജ് സബ്ജക്റ്റും മാത്സ് അതുപോലെ തന്നെ എനി അതർ 2 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. ഭട്ടദേവ് യൂണിവേഴ്സിറ്റി. ഇനി അമിറ്റി യൂണിവേഴ്സിറ്റി ഉണ്ട് കൊൽക്കത്ത. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് വരികയാണെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി. അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ ബാച്ചലർ ഓഫ് സയൻസ് ഹോണേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് CUT എക്സാമിനേഷൻ എഴുതേണ്ടത്. അമിറ്റിയുടെ നോയിഡ ക്യാമ്പസ് നോക്കുകയാണെങ്കിൽ അവിടെയും BSc സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. സെക്ഷൻ ഇംഗ്ലീഷും മാത്തമാറ്റിക്സും ആണ് നിങ്ങൾ CUT എക്സാമിനേഷനിൽ എഴുതേണ്ടത്. SRM യൂണിവേഴ്സിറ്റി ഡൽഹി. SRM യൂണിവേഴ്സിറ്റി മറ്റൊരു പ്രധാനപ്പെട്ട പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. BSc സ്റ്റാറ്റിസ്റ്റിക്സ് ഹോണേഴ്സ് ഉണ്ട്. ജനറൽ ടെസ്റ്റ് ആണ് അവർ സബ്ജക്ട് മാപ്പിംഗിൽ പരിശോധിക്കുക. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം ആ യൂണിവേഴ്സിറ്റികളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാണ് നിങ്ങൾ BSc സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും BA സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ നോക്കാൻ എന്നതാണ്. ഇനി ആര്യ വിദ്യാപീഠ് കോളേജ് ഉണ്ട് ആസാമിൽ, അവിടെ BSc സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾ എനി വൺ ഓഫ് ദി ലിസ്റ്റഡ് ലാംഗ്വേജ്, മാത്സ്, എനി വൺ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് കോളേജ് ഫോർ വുമൻ ജമ്മു ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെയുള്ള കോഴ്സുകൾ കാണാം. BSc സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ജനറൽ ടെസ്റ്റ് മാത്തമാറ്റിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇത്രയും കോഴ്സുകൾ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ IGNTU ഫോക്കസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള അലിഗഡൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കരിയർ സാധ്യതയുള്ളൊരു കോഴ്സ് കൂടിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ വിഷ് ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.